എന്തെത്ര ദൂരെ ഇരിക്കുന്നെങ്കിൽ അടുത്തേക്ക് വാ. എന്തായത്? ഞാൻ നാളെ പോയിട്ട് വേഗം അങ്ങ് തിരിച്ചു വരില്ലേ? ഞാൻ പോയിട്ട് വന്നിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, എന്താടാ ഇത്? നീ എന്തിനെങ്കിലും ഒന്ന് ഉറക്കേ. കോഴിക്കോടോ? ഉറപ്പാണേ? ഏത് ഫേസ്ബുക്കിലോ? കവർ ഫോട്ടോയോ? നീ ലിങ്ക് അയക്കേ, ഞാൻ നോക്കട്ടെ. ഞാൻ നാളെ പോയിട്ട് എപ്പോൾ തിരിച്ചു വരുന്നല്ലേ ചോദിച്ചത്? വേഗം തിരിച്ചു വരും. ഹലോ ഹലോ, കേൾക്കണ്ടോ? ഈ എടാ ഒരു 1/2 ലിറ്റർ മേടിക്കോ? ഈ ഹലോ, എന്താ അമ്മേ? ഞാൻ പറഞ്ഞല്ലോ നാളെ വരുള്ളൂന്ന്. ആ എട്ടങ്ങേറാക്കല്ലേ അമ്മേ. ശരി, ഞാൻ എന്താ ചെറിയ കുട്ടിയോ? ആ ശരി. ആ அடுத்த வழிபாடு தொடர்ந்து கண்ணனை பணிமணலு அசைத்திரம் கேட்கலாம். அமைப்பு ராமையா விட்டல். 5:25 தமிழ் செய்திகள். ചേട്ടാ ചേട്ടാ ചേട്ടൻ മലയാളി അല്ലേ? അതെ ചേട്ടാ, എൻ്റെ പേര് ആന്റണി. ഞാനിവിടെ ഒരു ഷോർട്ട് ഫിലിമിൽ ലൊക്കേഷൻ നോക്കി വന്നതാണ്. ചേട്ടൻ ഇവിടെ തന്നെയാണോ താമസം? അതെ. ചേട്ടാ, ഹൈ റേഞ്ചിൽ വീഡിയോ എല്ലാം കിട്ടുമോ ഷൂട്ട് ചെയ്യാൻ? എത്ര കൊടുക്കും? പൈസ ഒന്നും ഒരു പ്രശ്നമില്ല ചേട്ടാ. അയ്യോ, ഒരു വെള്ളിക്കട വരില്ല. വേണ്ട വേണ്ട. ചേട്ടൻ്റെ അടുത്തൊരു ലിറ്റർ ഉണ്ട്. ഏത്? പെട്രോളോ? അല്ല, മദ്യം. ഏത്? വിദേശിയാണ്. ആ, എൻ്റെ പേരെന്താ പറഞ്ഞേ? ആന്റണി. ആന്റണി. ക്യാമറയാ? ആ, ക്യാനൺ. ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ നൈസ് ഡോഗാട്ടോ. ഈ ഉടായ്പല്ലേ? എന്തേ? ഫോട്ടോസ് ഉഷാറായുണ്ട്. ആ, ഇത്ര നല്ല ലൊക്കേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ലൊക്കേഷൻ ഷൂട്ടിന് കൊടുക്കാറുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്, പാർട്ട്ണർ. ഞാനോട് ചോദിച്ചിട്ട് ഫൈനലൈസ് ചെയ്തിട്ട് അറിയിക്കാം. ഈ ഷോർട്ട് ഫിലിമിൽ കഥ പറ. കഥയുടെ ക്ലൈമാക്സ് ഞാൻ എഴുതിയിട്ടില്ല. ഓക്കെ. ക്ലൈമാക്സ് അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രസം ഉണ്ടാവില്ല. ഓ, ക്ലൈമാക്സ് ഇല്ല, ലൊക്കേഷൻ വേണമല്ലേ?
ഇല്ല, ക്ലൈമാക്സ് ഞാനിങ്ങനെ തേടി പോകാറൊന്നുമില്ല. സമയമാകുമ്പോൾ തന്നെ വന്നോളൂ. അത് അല്ല, നിങ്ങളെന്തോ കോളേജിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അതൊന്ന് കണ്ടിന്യൂ ചെയ്തേ. അത് അത് സെക്കൻഡറി പഠിക്കുമ്പോൾ ആ കോളേജിൽ നിന്ന് വെള്ളമടിച്ച് പ്രിൻസിപ്പൾ പൊക്കി. ആ പ്രിൻസിപ്പളിൻ്റെ വക മാരക ഷോ. ഓ അതിൽ അമ്മ കരഞ്ഞ് അലമ്പായി, പിന്നെ അമ്മ ചൊറഞ്ഞ് ഒരു വൃത്തികെട്ട സീൻ. 2 വർഷത്തേക്ക് വെള്ളടി നിർത്തി. പിന്നെ ഏതോ ഒരു സാഹചര്യത്തിൽ പിന്നെയും തുടങ്ങി. മരണടി, ഇതാ ഇപ്പോഴും അടി. അടി അടി അടി. സംഭവം കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെന്താ നേരത്തെ അമ്മയോട് ഇറിറ്റേറ്റഡ് ആയിട്ട് തട്ടിക്കറിക്കൊണ്ടിരുന്നേ? അതോ, അമ്മ ചെറിയ കുട്ടികളെ പോലെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഞാനെന്ത് പറയാനാ? വെറുതെ വേച്ചാറാവാ, ഒരു കാര്യമില്ലാതെ. ഈ കണ്ണില്ലാത്തപ്പോഴാ കണ്ണിന് വിലരുള്ളൂ എന്ന് പറയുന്നത് എത്ര സത്യമല്ലേ? ചിലർക്ക് കെയർ ഇല്ലാഞ്ഞിട്ടാ, ചിലർക്ക് അത് കൂടിപ്പോയതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ഒറ്റമോനാ? അതെ. വെറുതെ അല്ല. അപ്പോൾ നിൻ്റെ അച്ഛനമ്മയ്ക്ക്? നമുക്കങ്ങനത്തെ പ്രസ്ഥാനങ്ങളൊന്നും ഇല്ല ബ്രോ. വളർന്നത് പള്ളി അനാഥാലയത്തിലാണ്. പഠിച്ചതൊക്കെ? പഠിത്തം ബികോം കഴിഞ്ഞു. നാട്ടിലുള്ളൊരു കോളേജിൽ തന്നെയായിരുന്നു. അപ്പം നാടോ? എൻ്റെ നാട് തെക്കന്നെ. നിങ്ങൾ കോഴിക്കോടല്ലേ? വർത്താനം കേട്ടപ്പോൾ മനസ്സിലായി. അതെല്ലാവർക്കും മനസ്സിലാവും. അല്ല, എന്താ എൻ്റെ ഭാവി പരിപാടി? അതൊക്കെ അങ്ങ് നടന്നോളും. എൻ്റെ വിശേഷം അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് കോളേജിൽ കള്ളുകൂടി പ്രശ്നങ്ങളല്ലാണ്ട് ഈ ശരിക്കുള്ള ലവ് സ്റ്റോറി ഒന്നും ഉണ്ടായിട്ടില്ല? ചിരി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടം. ചിരിയെ പറ്റി പറഞ്ഞാൽ ഇത് ജനിച്ചപ്പോൾ തൊട്ടുള്ളതാ. വേണ്ടടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഉണ്ട് ചിരി. നിങ്ങൾ വിഷയം മാറ്റേണ്ട കാര്യത്തേക്ക് വാ. ലൈൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഐ എം എൻഗേജ്ഡ്, അറേഞ്ച്ഡ് ആണ്. ലൈനൊന്നും ഉണ്ടായിട്ടില്ല. അമ്പട കള്ള. അപ്പൊ വെറുതെ നല്ല ഫോട്ടോസ് എടുത്തത് വുഡ്ബീനെ കാണിക്കാനായിരിക്കും അല്ലേ? അതുകൊണ്ട് പിന്നെ ഇതെല്ലാം ഒരു ഓർമ്മയില്ലടോ. ഈ ബാച്ചിലർ ലൈഫ് തീരാൻ പോവല്ലേ. ഈ കോലം, ഈ സ്ഥലം മിസ് ചെയ്യും. ഇരിക്കട്ടെ കുറച്ച് ഫോട്ടോസ്. അടി 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 അടി. ആ സബാഷ്. നിർത്തല്ലേ നിർത്തല്ലേ നിർത്തല്ലേ. കുറച്ചായിട്ട് കുറച്ച് കുഴപ്പമില്ല. അടിച്ചാള്. Cheers. അല്ലെങ്കിൽ വേണ്ട. എന്തൊരാശ്വാസം. അല്ല, നിങ്ങൾ വേറെ ലെവലാട്ടോ. എന്നാലും നിങ്ങൾക്ക് ഇതുവരെ ആരോടൊരു പ്രണയം തോന്നിയിട്ടില്ല? പ്രണയം തോന്നിയിട്ടുണ്ടോ ചോദിച്ചാൽ കോളേജ് ലൈഫിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്താ അറിയോ, എൻ്റെ മനസ്സ് ഭയങ്കര സോഫ്റ്റാ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ധൈര്യം വന്നിട്ടില്ല. അത് ശരിയാ. നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവളെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ ഒരു ധൈര്യം, ഒരു ചങ്കുറ്റം വേണം. അതെ. അല്ല, അതെനിക്ക് പ്രണയം തോന്നിയിട്ടില്ല. എന്താണ് ഈ ചോദ്യം വരാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഒരു മിനിറ്റ്, ഫോണ്. എടാ, എവിടെയാടാ? അതൊരു കുപ്പിക്ക് വേണ്ടിയിട്ട്. അത് കിട്ടി. ഈ വേഗം വരുമോ? ഫുഡ് വാങ്ങണേ. 3 ചപ്പാത്തി എക്സ്ട്രാ. പറയുന്നത് കേട്ടാ മതി. വേഗം ആയിക്കോട്ടെ. കോളേജ് കാലം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഡാർക്ക് കൊടുക്കും. അത് പെട്ടെന്നൊരു ഡാർക്ക്, വല്ലാത്തൊരു സിറ്റുവേഷൻ ഞാൻ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഭംഗിയുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. അവളെ റേപ്പ് ചെയ്യുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഈ എന്ത് വർത്താനാട്ടാ പറയുന്നത്? ഇതെല്ലാം കണ്ട് നിന്നോ? നീ കംപ്ലൈന്റ് ചെയ്തില്ലേ? പറയട്ടെ. നിങ്ങളെന്നോട് ചോദിച്ചില്ലേ എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോന്ന്? എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ടത് ആദ്യം ഞാൻ അവളോട് പറയാൻ ചെന്നപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി. അവളൊരു ഊമയാണ്. അങ്ങനെ ആകെ വണ്ടറടിച്ച് ഊമയെങ്കിലും ഊമ, ഇവള് തന്നെ എൻ്റെ പെണ്ണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞുറപ്പിച്ച് അവളോട് ഞാൻ ഇഷ്ടം പറയാൻ പോയി. അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം അറിഞ്ഞത്. അവളുടെ കല്യാണം ഉറപ്പിച്ചു. പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നായിരിക്കും. അതെന്നെ വല്ലാതെ തളർത്തി. പിന്നീട് അവളുടെ കല്യാണത്തിന് ശേഷം അവളും അവളുടെ ഭർത്താവും കൂടെ ചേർന്ന് പോകാറുള്ള പല സ്ഥലങ്ങളിലും ഞാൻ രഹസ്യമായി പോയിട്ടുണ്ട്. ചീപ്പാണ് എനിക്കറിയാം, പക്ഷെ ചങ്കിത്തട്ടിയ പ്രണയമല്ലേ പുല്ല്. എന്നിട്ട് ഞാൻ കണ്ട കാഴ്ചയോ അവളുടെ ഭർത്താവ്
അവൻ്റെ ഉറ്റ ചങ്ങാതിക്ക് ഇവളെ കാഴ്ചവെക്കുന്നത്. ഒന്നുറക്കെ കരയാൻ പോലും പറ്റില്ലല്ലോ പാവത്തിന്. ഇതൊന്നും കണ്ടു നിൽക്കാൻ വയ്യാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ടും ഞാൻ അവളെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി. എന്നിട്ടോ അവൾക്ക് മടുത്തിട്ടുണ്ടാവും. നൈസായിട്ട് പിന്നെയുണ്ടല്ലോ, നമ്മൾ രാത്രി കിടക്കുമ്പോഴേ നമുക്കിഷ്ടമുള്ള ലവ് സോങ് വെച്ച് കിടക്കാണെന്ന് വെച്ചോ, കണ്ണടച്ച് തുറന്നു കഴിഞ്ഞുണ്ടല്ലോ, എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിനക്കൊക്കെ പ്രണയഗാനം കേട്ട് സ്വപ്നം കണ്ട് കിടക്കാനേ പറ്റുള്ളൂ ഒരു പെണ്ണിനെ. അറ്റ്ലീസ്റ്റ് അവളൊരു പെണ്ണല്ലേ, അതും സംസാരശേഷിയില്ലാത്തൊരു കുട്ടി. ഉളുപ്പുണ്ടോ ആണാന്ന് പറയാൻ? ഏയ് റേസാവല്ലേ, എനിക്കും തോന്നിയിട്ടുണ്ട് ഞാൻ ഏതവനാടാന്നൊക്കെ. അന്നൊക്കെ എൻ്റെ മനസ്സുണ്ടല്ലോ ഒരു മാങ്ങാണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പണ്ടല്ലോ കല്ല്. കല്ല് പോലും പുല്ല്. നീ എന്തൊക്കെ ന്യായീകരിച്ചാലോ നീ കാണിച്ചത് നാറിത്തരാണ്. അതല്ലേ പറഞ്ഞ് എനിക്കത് മനസ്സിലായിന്ന്. അതുകൊണ്ടല്ലേ രണ്ടെണ്ണത്തിനെ കാച്ചിക്കളയാൻ ഞാൻ തീരുമാനിച്ചത്. കാച്ചിക്കളയാന്ന് വെച്ചാ? കാച്ചിക്കളയാന്ന് വെച്ചാൽ കൊല്ലുക. ഒരുത്തനെ കൊന്നിട്ടുള്ള വരവന്നെ അങ്ങോട്ട്. കള്ളുടിച്ച് ഓരോ പിച്ചും പെയ്യും പറയില്ല മേ. എന്താണപ്പോൾ അത്? സത്യമാണ് ഞാൻ പറയണത്. ഒരുത്തനെ കൊന്നിട്ടുള്ള വരവന്നെ ഇങ്ങോട്ട്. നിങ്ങൾ ഞാൻ പറയണത് കേൾക്ക്. അവൻ്റെ മാളം തപ്പി 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 അവസാനം ഞാൻ അവിടെ എത്തി. സർ, മസാജിനൊരു കോൾ വന്നിരുന്നു. അയ്യേ, ഞാൻ മസാജ് ചെയ്യാൻ വന്നേ? അതെ സർ, ഗേൾസ് വേണമായിരുന്നെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറയണമായിരുന്നു. അതിപ്പോൾ എന്ത് പറയാൻ നഷ്ടം? അങ്ങനത്തെ ഒരു സ്ഥലത്ത് വിളിച്ചാൽ തന്നെ അറിയില്ല അത് പെൺകുട്ടികളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കാനാണ്. സാർ, ഞാൻ നന്നായിട്ട് മസാജ് ചെയ്യും. സാർ ഇരുന്ന് അല്ല കിടന്നു പോവും. സൂപ്പറാ. അത് നീ കൊണ്ടുവരാ? എന്തായാലും വന്നല്ലേ, നീ വാ, കയറി വാ. കംപ്ലീറ്റ് മൂഡ് പോയി. എന്നാ തുടങ്ങിക്കോ. സാർ എവിടുന്നാ തുടങ്ങണ്ടേ? എന്നുവെച്ചാ അല്ല, കാലിൽ നിന്ന് തുടങ്ങണോ അതോ തലയിൽ നിന്ന് തുടങ്ങണോ? കാല് വേണ്ട, തല മതി, തല മതി. ഈ വിരലും കൊണ്ടേ നല്ലോണം മസാജ് ചെയ്തിട്ട് ഈ ചെവിൻ്റെ സൈഡിൽ കൂടെ ഇറക്കിയിട്ട് ഈ കഴുത്തിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ അവസാനിക്കുന്ന മസാജ് അതെനിക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താ സാറിനെ ഓയിൽ യൂസ് ചെയ്യണോ? ഓയിൽ വേണ്ട, ഓയിൽ വേണ്ട. അതെന്താ അറിയോ, നിക്കാറുണ്ട്. അപ്പോൾ മുടിയിൽ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളു. അതുകൊണ്ടേ ഈ നിക്കാണെങ്കിൽ ഇരിക്കുന്ന പൊളിക്കണം കേട്ടാ. ഓൻ ചെയ്തോ, തുടങ്ങിക്കോ. ഈ എന്താ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നു? എൻ്റെ രണ്ട് കൈ കൊണ്ട് സൂചിപ്പിക്കണം. ഇപ്പൊ ശരിയാക്കി തരാം കേട്ടോ.
ഷാഫി എവിടെയുള്ള ഇവിടെ എന്നൊരുത്ത കൊല്ലാൻ നോക്കിയടാ. ആ ഇവിടെ കുട്ടപ്പാന്റെ സ്ഥലത്ത് വേം വാ. ആ ഇതെന്തായാലും ഹിറ്റോ ഈ ഷോർട്ട് ഫിലിം, എന്തായാലും ഹിറ്റ്. ഇത് നല്ല കഥയാ. ഇവിടുത്തെ പിന്നെ ഞാൻ പറഞ്ഞൊക്കെ സത്യം കേട്ടോ. ആണേലും അല്ലെങ്കിൽ അടിപൊളി. ചെക്കൻ്റെ കള്ള് മോന്തി ചെക്കൻ്റെ കഥ കുറ്റം പറയാൻ പറ്റില്ല, മോശമാണ്. എന്തെന്നാടാ ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവമില്ലേ? കുറെ നേരമായല്ലോ. ഏതാ മറുപടി പുറത്തേക്ക്? അതൊരു മലയാളി താഴെ നീട്ടി. അവനാണ് നിനക്ക് ഉപ്പയെന്ന്? ആ എന്തേ? നീ കള്ളു കുടിക്കാൻ വേണ്ടിട്ട് കണ്ടന്മാരൊക്കെ വിളിച്ച് വീട്ടിൽ കയറിക്കോ. ആ ഒരു ഷോർട്ട് ഫിലിം എടുക്കേണ്ടി വന്നാ നിനക്ക് അഭിനയിക്കണം. ഞാൻ പറയാൻ റെഡിയാവും. ഓ നീ പറഞ്ഞാൽ കേൾക്കും. ഒരു കുപ്പിയുടെ ഓർത്ത് ഇത്രയൊക്കെ. ആ എന്തേ? എന്താ ഇഡ്ഡലി? അതേ കിട്ടിയുള്ളൂ, വേണേ കഴിച്ചാൽ മതി. എവിടെയായിരുന്നു നാറി നീന്ന്? എന്ത് എവിടെയായിരുന്നു? ഞാനൊരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ യൂക്കാലിറ്റസ് മരങ്ങൾക്കിടയിലൂടെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന പട്ടി. എടാ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടടാ. നീയേ അനുഭവിക്കും പരമ്പത്താ കൂലി ഇന്നത്തെ കാലത്ത് കേട്ടോ. പിന്നെ കർമ്മ പരമ്പത്ത് കൂലി അത് പറഞ്ഞപ്പോഴാ ഞാനീ പരിചയപ്പെട്ട പെണ്ണുണ്ടല്ലോ, അവളായിട്ട് ഞാനൊരു മലേഷ്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓഹോ. മിക്കവാറും അത് നിന്റെ കല്യാണത്തിന്റെ സമയത്താവാനാ സാധ്യത. ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിലേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണാവോ? ഒറ്റ കുത്തിന് തീർത്താണെങ്കിൽ പന്നി. പേടിച്ചോയോ? ക്ലൈമാക്സ് കിട്ടിയില്ലേ? എന്നെ കല്യാണത്തിന് വിളിക്കില്ലേ? അല്ലെങ്കിൽ വേണ്ട, അതൊന്നും ശരിയാവില്ല. എനിവേ ഹാഡ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു. Ha ha ha.